ഇന്ന് നമുക്ക് ചില്ലി പനീർ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയാലോ. ഒരു ബൗളിലേക്ക് 2 സ്പൂൺ കോൺഫ്ലോർ എടുക്കാം. 1 സ്പൂൺ മൈദയും ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അതിലേക്ക് പനീർ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പൊടി പനീറിലൊക്കെ പൊതിയത്തക്ക വിധം ഒന്ന് തട്ടിക്കൊടുക്കണം. വെള്ളം ഒന്ന് ജസ്റ്റ് തളിച്ചു കൊടുത്താൽ ഇതുപോലെ നന്നായി പൊതിഞ്ഞ് കിട്ടും. പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാമേ. ഇങ്ങനെയുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ വെളിച്ചെണ്ണ എടുക്കരുത്, ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിലാണ് നല്ലത്. നമുക്ക് പനീർ പീസുകൾ അതിലേക്കിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാമേ. ആ പാനിലേക്ക് തന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ചെറുതായി അരിഞ്ഞ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തതും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ സവാള സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം. ഇവിടെ വലിയ ഒരു സവാള ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്നും അധികം വെന്ത് പോകേണ്ട ആവശ്യമില്ല. അതിലേക്ക് തന്നെ ക്യാപ്സിക്കം സ്ക്വയർ ആക്കിയതും കൂടെ ഇട്ട് കൊടുക്കാം. ഏത് കളറിലുള്ള ക്യാപ്സിക്കം വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ഹൈ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു അരമുറി തക്കാളി അരി കളഞ്ഞ് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് കളറിലുള്ള ഭാഗവും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഫ്ലെയിം ഹൈയിലായതുകൊണ്ട് ഓരോന്ന് ചേർക്കുമ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണമേ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് ഇവിടെ. 1 ടീസ്പൂൺ വീതം ടൊമാറ്റോ കെച്ചപ്പും റെഡ് ചില്ലി സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹാഫ് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ഒഴിച്ചു ചേർക്കുന്നുണ്ട്. നല്ലൊരു കളർ കിട്ടാൻ ഇത് നല്ലതാണ്. ചില്ലി പേസ്റ്റ് കയ്യിലുള്ളവർക്ക് ഇതിന് പകരം അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഒരു ടീസ്പൂൺ വിനാഗിരി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സോസിനകത്തൊക്കെ ഉപ്പുള്ളത് കൊണ്ട് അത് കണക്കാക്കി വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. സോസുകളും നമ്മുടെ ഇഷ്ടങ്ങളനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 3/4 ടീസ്പൂൺ കോൺഫ്ലോർ ഇവിടെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചില്ലി പനീറിൻ്റെ ഗ്രേവി അധികം തിക്കായി വരേണ്ട ആവശ്യമില്ല. ഈ ഒരു പാകത്തിൽ വന്നാൽ മതി. ഇനി നമുക്ക് വറുത്ത് വച്ചിരുന്ന പനീർ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പാർട്ട് ചെറുതായി അരിഞ്ഞ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി പനീർ ഒന്ന് ഈ രീതിയിൽ വീട്ടിലുണ്ടാക്കി നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ.